ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് മടങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്ക് നോർക്ക വകുപ്പ് ഒരു രജിസ്ട്രേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. ഭൂരിപക്ഷം ആളുകൾക്കും ഇത് ഫില്ല് ചെയ്യാൻ പറ്റും. വളരെ ഈസി ആയിട്ടുള്ളൊരു ഫോമാണ്. വളരെ ബേസിക് ഡാറ്റാസ് അവർ ചോദിക്കുന്നുള്ളൂ. പക്ഷേ ഇത് ഫില്ല് ചെയ്യാൻ ആർക്കെങ്കിലും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. ഓക്കെ, അതിലാദ്യം നമുക്ക് ഇതിൻ്റെ സൈറ്റ് നോക്കാം. സൈറ്റ് www.registernorcaroutes.org. ആ സൈറ്റിൽ പോവുക. ആ സൈറ്റിൽ പോയിട്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഫോം കാണാം. ആ ഫോമിൽ ആദ്യം നമ്മുടെ പേര്, പാസ്പോർട്ടിലുള്ള പേരനുസരിച്ച് അതെന്താ വെച്ചാൽ അത് കൊടുക്കുക. എന്നിട്ട് എത്രയാണോ വയസ്സ് അത് കൊടുക്കുക. ആണാണോ പെണ്ണാണോ അത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ April 1 കൊടുക്കുന്നത്. പിന്നെ പാസ്പോർട്ട് നമ്പർ, നിങ്ങളുടെ പാസ്പോർട്ട് എത്രയാണെന്നുണ്ടെങ്കിൽ ആ പാസ്പോർട്ട് നമ്പർ, ഞാനൊരു ഡമ്മി പാസ്പോർട്ട് നമ്പർ കൊടുക്കുകയാണ്. കൺട്രി ഓഫ് റെസിഡൻസ് ഞാൻ UAE ആണ് കൊടുക്കുന്നത്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. പെർമനൻറ്റ് അഡ്രസ്സ് ഇൻ കേരളത്തിൽ പെർമനൻറ്റ് അഡ്രസ്സ് ഇപ്പോൾ നിങ്ങളുടെ വീട്ടുപേര് പാസ്പോർട്ടിലുള്ള പോലെ കേട്ടോ. ഹൗസ് ചാവക്കാട്, പാസ്പോർട്ടിലുള്ള പോലെ നിങ്ങൾ കൊടുക്കുക. നിങ്ങളുടെ ജില്ല ഏതാണെങ്കിൽ അത് നിങ്ങൾ കൊടുക്കുക. എൻ്റെത് ഞാൻ കൊടുക്കുന്നത് തൃശ്ശൂർ ജില്ല. അതിനുശേഷം നിങ്ങളുടെ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത്, ഞാനാണെങ്കിൽ ചാവക്കാട് പഞ്ചായത്ത് കൊടുക്കുന്നു. നിങ്ങളുടെ പ്രസൻറ്റ് അഡ്രസ്സ്, ഇപ്പോൾ കറൻറ്റ് അഡ്രസ്സ് ഏതാണോ അത് ഞാൻ കൊടുക്കുന്നത്. അത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ കൊടുക്കേണ്ടത് നിങ്ങൾ ഇമെയിൽ അഡ്രസ്സ്, നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ഏതാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുന്നു, jamshid@gmail.com. ഫോൺ നമ്പർ നിങ്ങൾക്ക് കൊടുക്കാം, 0097150. ഞാൻ എൻ്റെ ഞാനൊരു ഡമ്മി അഡ്രസ്സ് നമ്പർ കൊടുക്കുകയാണ്, അത് നിങ്ങൾക്ക് കൊടുക്കാം. വാട്സപ്പും ഈ നമ്പർ തന്നെ കൊടുക്കാം. എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ചാൽ അടുത്ത ഫോം വന്നു. നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസ് നിങ്ങളുടെ എന്താണ് പ്രൊഫഷൻ, വിസ ടൈപ്പ് എംപ്ലോയ്മെൻറ്റ് വിസ, ഡേറ്റ് ഓഫ് എക്സ്പയറി 16 ഏപ്രിൽ. അത് നിങ്ങളെ അനുസരിച്ച് കൊടുക്കാം. എന്തുകൊണ്ടാണ് നിങ്ങൾ മടങ്ങാൻ ആഗ്രഹിക്കുന്നത്, എന്താണെന്നുണ്ടെങ്കിൽ ഇതിൽ പല ഓപ്ഷൻസ് ഉണ്ട്. വിസിറ്റ് വിസ എക്സ്പയർഡ്, സീനിയർ സിറ്റിസൺ ആണ്, പ്രഗ്നൻ്റ് ആണ്, അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് വിസ എക്സ്പയർഡ് ആയി, അങ്ങനെ പല റീസൺസും ഉണ്ട്. അതിൽ നിങ്ങൾ ഏതാണ് നിങ്ങളുടെ ഇതെന്ന് വെച്ചാൽ അതനുസരിച്ച് കൊടുക്കാം. കോവിഡ് ടെസ്റ്റ് നടത്തിയിട്ടുള്ളവരാണെങ്കിൽ നടത്തിയിട്ട് യെസ് അല്ലെങ്കിൽ നോ, ഞാൻ നോ കൊടുക്കുകയാണ്. എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ, അപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ അത് നോ കൊടുക്കാം. പ്രപ്പോസ് ഡിപ്പാർച്ചർ എയർപോർട്ട്, ഏത് എയർപോർട്ടിൽ നിന്നാണ് നിങ്ങൾ മടങ്ങാൻ ആഗ്രഹിക്കുന്നത്. ഞാനാണെങ്കിൽ ഇപ്പോൾ ദുബായ് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഷാർജയാണോ അബുദാബിയാണോ ഏതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് കൊടുക്കാം. ദുബായ്. ഏത് എയർപോർട്ടിലേക്കാണ് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ കൊച്ചിയാണ് സെലക്ട് ചെയ്യുന്നത്. പ്രപ്പോസ് ഡേറ്റ് ഓഫ് ട്രാവലിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് ഡേറ്റ്, അതിപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പറയാൻ പറ്റില്ല, എന്നാലും ഞാനൊരു ഏറെക്കുറെ ഒരു മെയ് ഒരു 20 കൊടുക്കുകയാണ്. പ്രിഫേർഡ് എയർലൈൻ, ഞാൻ എയർ ഇന്ത്യയാണ് കൊടുക്കുന്നത്. ഹോം ക്വാറന്റൈനിൽ ഒരു സെപ്പറേറ്റ് റൂം നിങ്ങൾക്കുണ്ടോ, അതാണ് അടുത്ത ചോദ്യം. അതുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ട്. എന്നിട്ട് നിങ്ങൾ നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു രജിസ്ട്രേഷൻ നമ്പർ കിട്ടും. ഞാനിവിടെ നെക്സ്റ്റ് അടിക്കുന്നില്ല, കാരണം എന്താ വെച്ചാൽ ഇത് ഒരു ഡമ്മി ഡാറ്റയാണ്. വെറുതെ ഇപ്പോൾ ഗവൺമെൻറ്റിന് കറക്റ്റ് കണക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡമ്മി ഡാറ്റ കൊടുക്കുന്നത് ശരിയല്ല. ഇത് ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇത് ഞാൻ നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്കൊരു രജിസ്ട്രേഷൻ നമ്പർ കിട്ടും. ആ നമ്പർ നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക. ഇത്രയും ഈസി ആയിട്ടുള്ള ഒരു ഫോമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് അധികം ബുദ്ധിമുട്ടില്ലാതെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ബൈ ഫോർ നൗ. This is Jamshid.